കേരളം ഉറ്റുനോക്കിയ പാറശാലയിലെ ചെറുപ്പക്കാരനായ ഷാറൂൺ രാജിൻ്റെ കൊലപാതക വിധി, പ്രതിക്കുള്ള ശിക്ഷ ഇന്ന് കോടതി വിധിച്ചു. സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് വിധി കേട്ട ഉടനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. കാരണം ഇതിൽ താഴെയുള്ള ശിക്ഷയോ മറ്റോ ഈ കുട്ടിക്ക് കിട്ടുമോ എന്നതായിരുന്നു എൻ്റെ ഇന്ന് രാവിലെ 11 മണി വരെയുള്ള ആശങ്ക. കാരണം അങ്ങനെയാണല്ലോ ഇതിനു മുമ്പുള്ള പല കേസുകളൊക്കെ, 1-2 കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വിധി കേട്ട ശേഷം മേൽക്കോടതിക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ പയ്യൻ്റെ മരണം കേരളം ഒട്ടുക്കുള്ള അത്തരം ചെറുപ്പക്കാർ മക്കളായിട്ടുള്ള ഏതൊരു മാതാപിതാക്കൾക്കും മാനസികപരമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണം തന്നെയായിരുന്നു. അതിനകത്ത് ആ പയ്യൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ പറയുകയാണെങ്കിൽ, ആ പയ്യൻ്റെ അല്ല, ഈ കൊച്ചിൻ്റെ രേഷ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇനിയൊരു ജന്മം കൂടി തപസ്സിരുന്നാൽ പോലും ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് അതുപോലത്തെ ഒരു പയ്യനെ ചെക്കനായിട്ട് കിട്ടത്തേയില്ല. അതിനേക്കാൾ സൗന്ദര്യമുള്ളവനെ കിട്ടുമായിരിക്കും, സാമ്പത്തിക ഭദ്രതയുള്ളവനെ കിട്ടുമായിരിക്കും. പക്ഷേ ഇത്രത്തോളം അവളെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇനി ഭൂമിയിൽ അവൾ ജീവിച്ചിരുന്നാലും കിട്ടുകയില്ല. ഇനി ബ്രഹ്മാവിനോടെങ്ങാനും പറഞ്ഞ് സൃഷ്ടിച്ചാൽ ഇല്ല, അതെന്തായാലും നടക്കത്തില്ല. ഷാരോണിന് ഈ കുട്ടിയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. അവൻ ഒരാഴ്ചത്തോളം കണ്ട് ആശുപത്രി കിടന്നിട്ട്, മരണക്കിടക്കെ കിടന്നിട്ട് പോലും ഒരിടത്ത് പോലും ഈ പെൺകുട്ടി തന്ന ഈ ജ്യൂസിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ പറ്റി ഒരിടത്ത് പോലും സംശയം ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നതാണ് പോലീസ് അന്വേഷണത്തിലും അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അവന് ഇഷ്ടമായിരുന്നു. സ്വപ്നത്തിൽ പോലും ആ പെൺകുട്ടിയോട് വെറുപ്പില്ലായിരുന്നു എന്നതാണ്. അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ ഈ കുട്ടിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വിനിയോഗിച്ചിട്ട് മറ്റൊരു ആളുമായിട്ട് വിവാഹം നിശ്ചയിക്കുക, എന്നിട്ട് ലൈഫ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്ന് ഇന്നത്തെ കാലത്ത് തേച്ചിട്ട് പോവുക എന്ന് പറയുന്നത് അത് പണ്ട് കാലം പോലെ ഉണ്ട്. തേച്ചിട്ട് പോവുക എന്നുള്ള പെൺകുട്ടികൾ ആൺപിള്ളേരെ തേച്ചിട്ട് പോവുക എന്ന് പറയുന്ന സ്വഭാവം പണ്ട് കാലം പോലെ ഉണ്ട്. ചരിത്ര പുരാണങ്ങളിൽ നമ്മൾ ഇതിഹാസങ്ങളിൽ നോക്കിയാലും അറിയാം, ഈ പുരുഷന്മാരാണ് പ്രണയം നിരാശയായി താടിയും വളർത്തി ദീശയും വളർത്തി ഇങ്ങനെ യാചകരായിട്ടൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ അങ്ങനെ ഉള്ളതായിട്ടൊക്കെ അധികം കേട്ടുകേൾവിയില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മറ്റും പ്രണയവലയിൽ കുടുങ്ങുന്നവരാവട്ടെ പകുതി പേര് എന്തിനും തയ്യാറായി നിൽക്കുന്നവർ, ബാക്കിയുള്ള പകുതി പേരുണ്ട് 100% ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ. അവരീ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തേച്ചിട്ട് പോകാൻ തയ്യാറാകുകയില്ല. എന്നാൽ അവരെ തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പിന്നെ പറയുകയേ വേണ്ട. ഇത് പറയുമ്പം ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ ഒരു ട്രെൻഡാണ് ഗ്രീഷ്മ ഇവിടെ നടപ്പിലാക്കിയത്. അതിന് കോടതിയിൽ അവർ തടി തപ്പാനായിട്ട് അവസാനം പറഞ്ഞ തന്നെ സഹികെട്ടിട്ടാണ് ഒരു തരത്തിലും ഇയാളെ നിന്നും എനിക്ക് ഒഴിയാൻ മാർഗമില്ലാതെ വന്നിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന്. ഒഴിയാൻ മാർഗമില്ലാതെ വന്നിട്ടൊക്കെയാണോ വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അയാളുമായിട്ട് കഴിഞ്ഞത്? അപ്പോൾ അവരീ പറയുന്ന പോലെ ഈ ഇവിടുന്നൊക്കെ പെറുക്കി തിന്ന് നടക്കുന്ന ഒരു ശൈലിയാണ് അവരുടെ ധാരണ. എന്നാന്ന് വെച്ചാൽ ഞാൻ നല്ല ക്വാളിഫൈഡാണ്, എനിക്കറിയാം ജീവിതം ഇത്രയേ ഉള്ളൂ, ഈ പ്രായത്തിൽ എനിക്ക് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇവിടുന്നൊക്കെ പെറുക്കി തിന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കുറേയൊക്കെ അയാൾ പറയുന്നതും കൂടെ നമ്മൾ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന ഒരു മനോഭാവത്തിലൊക്കെ ആയിരിക്കാം. ഇതല്ലല്ലോ അതിന് മാർഗം. അതിന് കാണിച്ച വൃത്തികേടല്ല അതിന് മാർഗം. പുള്ളിക്കാരത്തി എന്താ വിചാരിച്ച് ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് പിന്നെയാണെങ്കിലും ആദ്യത്തെ കുറേ കാലത്തെ ഒരു ജയിൽവാസം, അത് കഴിയുമ്പോൾ നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്നുകൊണ്ട് കേസ് കളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാം എന്നെല്ലാമൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉണ്ടല്ലോ ആ കുട്ടിക്ക്. അതെല്ലാം മുൻനിർത്തി അതിന് ചുക്കാൻ പിടിച്ച് അതിൻ്റെ ആ വീട്ടുകാരെ സമ്മതിക്കണം. അതാ ഭയങ്കരം. എൻ്റെ ദൈവമേ, മക്കളൊക്കെ ഇങ്ങനെ അതപ്പതിച്ച് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മക്കൾ ഇങ്ങനെ അതപ്പതിച്ച് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരുടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ അവരുടെ അമ്മാവനാവട്ടെ, അച്ഛൻ പിന്നെ അതിനകത്ത് നിരപരാധിയാണെന്നാണ് നമ്മൾ ആ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്. ഇങ്ങനെ അവർ ഈ വീട്ടുകാരൊക്കെ പണ്ടേ ഈ കാര്യങ്ങൾ മുളയിലെ ഞുള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ചെക്കനും മരിക്കില്ലായിരുന്നു. ഈ പെണ്ണിൻ്റെ ഇപ്പം ഈ സമയം കൊണ്ട് ഈ പെണ്ണ് നിശ്ചയിച്ച വിവാഹം നടത്തി ജവാനുമായിട്ട് മിലിറ്ററിക്കാരനുമായിട്ട് കുടുംബജീവിതം നയിക്കാമായിരുന്നു അല്ലേ? അപ്പം ഒരു കണക്കിൽ ഈ മകൾ കാണിച്ചതിന് കൂട്ടുനിന്നത് അവരൊക്കെ തന്നെയാണ്, അല്ലെന്നൊരിക്കലും പറയാം. മറ്റൊരാളുടെ സഹായം ഇല്ലാതൊന്നും ഇത്തരം കാര്യങ്ങൾ ആർക്കും ചെയ്യാനാകത്തില്ല. കുടുംബപരമായുള്ള സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ചെയ്യാനാകുകയില്ല. കുടുംബക്കാർ പറയുക ഇത് പറ്റുകയില്ല, ഈ തോന്നിവാസങ്ങൾ ഇവിടെ പറ്റുകയില്ല, ഇപ്പം ഇറങ്ങിക്കോണം. തോന്നിവാസം കാണിക്കാനാണെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്നോണം എന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് ഇറക്കി കർക്കശനമായ താക്കീത് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയും രക്ഷപ്പെട്ടു പോയതിന് ആ ചെക്കനും മരിക്കത്തില്ലായിരുന്നു. എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം. കാരണം പഴുതടച്ച അന്വേഷണമായിരുന്നു, വളരെ ആത്മാർത്ഥപരമായ അന്വേഷണമായിരുന്നു. കാരണം അവർക്കും അറിയാമല്ലോ, കാക്കിക്കുപ്പായിട്ട് പോലീസായാലും SI ആയാലും CI ആണെങ്കിലും എല്ലാവർക്കും കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവർക്കും ഈ പ്രായം വരുന്ന മക്കളുള്ളവരാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളപ്പം അവരതനുസരിച്ച് ആ കേസിൻ്റെ സത്യാവസ്ഥ വ്യക്തമായി, അല്ലെങ്കിൽ ആ മരിച്ച ചെക്കൻ്റെ ജീവിത പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം വ്യക്തമായി മനസ്സിലാക്കി തന്നെ ആത്മാർത്ഥമായ രീതിയിൽ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ച് തെളിയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തൂക്കുകയർ നടപ്പിലാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല എന്താ ചെയ്യാനാണ്? ഇതല്ലാതെ ഇതിൽ കവിഞ്ഞ ഒരു വലിയ ശിക്ഷ നമുക്കില്ലല്ലോ. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വിധി വന്ന ഉടനെ തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നന്ദി, നമസ്കാരം.